ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് 2 ടൈപ്പിലുള്ള ആരി സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരു ലോക്ക് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം നമുക്ക് ലോങ് ആയിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ഒന്ന് ബാക്കിലോട്ട് പോകണം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ പകുതി വരയ്ക്കും ബാക്കിലോട്ട് പോയി ഇങ്ങനെ ഈ സൈഡിൽ ഏത് സൈഡ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് സൈഡാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നു ആ സൈഡ് തന്നെ ലാസ്റ്റ് വരയ്ക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിലോട്ട് പോയി ഇതിൻ്റെ പകുതി ആകുമ്പോൾ നിങ്ങളവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലല്ല, അതിൻ്റെ അടുത്തായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും തിരിഞ്ഞ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ അളവിന് തന്നെ വീണ്ടും ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇടാം. ഇനി വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോയി നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലോങ് ചെയിൻ എൻഡായ ആ സ്ഥലത്ത് വേണം അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ലോങ് സ്റ്റിച്ച്, എന്നിട്ട് ലോക്ക് സ്റ്റിച്ച്, എന്നിട്ടൊരു റിവേഴ്സ് ചെയിൻ. ആ റിവേഴ്സ് ചെയിൻ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ലാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ലോങ് ചെയിൻ എൻഡായ ആ സ്ഥലത്താണ് ഈ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ചും ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെമ്പിലൊക്കെ ഈ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ആ ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വലുതായിട്ട് ഇട്ട് കൊടുക്കണ്ട, അതൊരു നോർമൽ സൈസിലിട്ട് കൊടുത്താൽ മതിയാവും. ഒന്നുകൂടി നോക്കിക്കോളൂ. ആദ്യം നമ്മളൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യും, അതിനുശേഷം ഒരു ലോക്ക് ചെയിൻ ഇട്ട് കൊടുക്കും, അതിനുശേഷം ഒരു റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യും, അതിൻ്റെ അടുത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ലോങ് സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, എന്നിട്ട് റിവേഴ്സ് സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇതിൻ്റെ എൻഡ് നോട്ട് എങ്ങനെ ഇടാമെന്ന് കാണാം. ആദ്യം നമുക്ക് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ തന്നെ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ആദ്യം നമുക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വീണ്ടും ഒരു ലോക്ക് ഇട്ട് കൊടുത്തു അല്ലേ. ഇതിൽ നമുക്കങ്ങനെ ലോക്ക് ഇടേണ്ട ആവശ്യമില്ല. അതങ്ങനെ റിവേഴ്സിലോട്ട് പോയി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ പകുതിയിൽ കൂടുതൽ പോയി അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ലോക്ക് ഇടണ്ട, അതങ്ങനെ തിരിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ലോക്ക് വിടുന്നുണ്ട്, കണ്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ അതുപോലെ അങ്ങ് ബാക്കിലോട്ട് തിരിഞ്ഞ് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് പോയി ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണ്ട, അതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലോക്ക് നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അങ്ങനെ തിരിച്ചു പോയി ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അതങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ലോക്ക് കിട്ടുന്നു. ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റെം സ്റ്റിച്ചാണ്. ഇതും നമുക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ നോട്ട് ഇട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഡിസൈൻസ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു കൊമ്പ് ഡിസൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കർവുകളിലൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് ലോങ് ആയിട്ട് ഇട്ട് കൊടുക്കാതെ ഷോർട്ടായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു മാങ്ങ ഡിസൈൻ വരച്ച് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം.